ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ ഇതാ രാവിലെ കടലാണ് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് പള്ളത്താണ്. നമ്മുടെ പുതിയതുറ പള്ളത്തുള്ള ബീച്ച് സൈഡിലാണ് വന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മീൻ പിടിക്കുന്നതും പിന്നെ ബോട്ടും ഷിപ്പും ഒക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് ചരക്ക് കപ്പലാണ് തോന്നി നിൽക്കുന്നത്. ആൻഡ് പിന്നെ രാവിലെ കുറേ കൊക്കും തിരമാലകളും എല്ലാം കണ്ടു. പിന്നെ കുറേ കുട്ടികളവിടെ കടപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ വലയിട്ടിട്ടുണ്ട്. വലയിൽ മീൻ കയറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ? വല വലിക്കുന്നതും അതൊക്കെ ഒന്ന് കണ്ടാലോ? അത് നമുക്ക് കുറച്ചുകൂടെ ബീച്ചിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കാം. രാവിലെ തന്നെ എന്ത് രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ട്രക്കുകളൊക്കെ ഇറക്കി ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറക്കാനായിട്ട് ട്രക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തിരമാലകൾ പോകുന്നതും വെള്ളം പോകുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ആ തിരമാല നല്ല തിരമാല ഉണ്ടായിരുന്നു. പിന്നെ നിറയെ വെള്ളം വന്നു. പിന്നെ ഒരു ബോട്ട് പോയി, അവർ മീൻ പിടിക്കാനായിട്ട് പോയതാണ്. അതിനുശേഷം പിന്നെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നോക്കി നിന്ന സംഭവമാണ്. നമ്മൾ വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലയിൽ നിന്ന് മീൻ ഇങ്ങനെ പിടിച്ചു കയറ്റുന്ന സംഭവമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവർ ബോട്ടിൽ പോയി മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അവർ ഇതാ വന്നു. വലയിലിട്ട മീനുകളെ അവർ അതിൽ നിന്ന് തിരഞ്ഞു മാറ്റി. ഇപ്പോൾ അവിടെ നടക്കുന്നത് വലയിൽ കിട്ടിയ മീനുകളെല്ലാം അവർ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മീൻ ഇങ്ങനെ തിരഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയ മീനുകളെ വേർതിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ടാസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. വലയിലെ നടുക്ക് കൊണ്ടുവരിക, പിന്നെ അതിൽ നിന്ന് ഓരോ മീൻ ഇങ്ങനെ മാറ്റി വേർതിരിച്ചെടുക്കുക. അതൊത്തിരി ടാസ്ക് പിടിച്ച സംഭവം തന്നെയായിരുന്നു കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കടലിലോട്ടിരുന്ന പ്ലാസ്റ്റിക്കൊക്കെ തിരിച്ച് നമ്മളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. ഓരോ പ്ലാസ്റ്റിക്കും ആ വലയിൽ എന്തുമാത്രം പ്ലാസ്റ്റിക് കവേഴ്സാണ് കുന്നുകൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഭൂമിയിലേക്ക് നിക്ഷേപിക്കുന്നത് അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുമെന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് ലേലം വിളി തുടങ്ങി. ലേലം വിളിക്കാണെങ്കിൽ തിക്കും തിരക്കും. ഒരാൾ ഇവിടുന്ന് അവിടെ നിന്ന് വിളിക്കുന്നു, ഒരാൾ ഇവിടുന്ന് അവിടെ നിന്ന് വിളിക്കുന്നു. അങ്ങനെ ലേലം വിളിച്ച് ധാരണയിലെത്തി സാധനങ്ങളെല്ലാം പാക്കിങ് ചെയ്യാനുള്ള സമയമാണ്. ലേലം വിളിച്ച ആൾക്കാർ അതെല്ലാം കൂടെ എടുത്ത് കൊടുക്കും. കിട്ടാത്തവർ വിഷമിച്ച് നിൽക്കുന്നതൊക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ലേലം വിളി തകർന്നയായിട്ട് നടക്കുമോ? നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സിമ്പിളാണെന്ന്. ലാസ്റ്റ് ഒരു ലേലം വിളി ഒരു ധാരണയായിട്ട് അയാൾക്ക് ലേലം വിളിച്ച മീനാണെങ്കിൽ കൊട്ടയിലൊക്കെ ആക്കി കൊടുക്കണമെന്നാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. സംഭവം നല്ല രസമുള്ള പരിപാടിയാണ്. രാവിലെ ഈ ബീച്ച് സൈഡിലൊക്കെ പോയാൽ നമുക്ക് ഇങ്ങനെ വല വീശുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ മീൻ വരുന്നതും അത് ലേലം വിളിച്ചെടുക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ കൂടെ വലിക്കാൻ നിന്നവർക്ക് അവർ മീനൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ അവർക്ക് ആവശ്യമുള്ളത് അവർ മാറ്റി എടുത്തിട്ടാണ് ബാക്കി കൊടുക്കുന്നതൊക്കെ. നല്ല രസമുണ്ടായിരുന്നു രാവിലെ ലേലം വിളി കാണാനും മീൻ പിടിക്കുന്ന കാണാനൊക്കെ. ഇത് നല്ല സുഖമുള്ള പരിപാടിയാണ്. രാവിലെ ഇങ്ങനെ ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ വലയിടുന്നത് കാണുകയും ചെയ്യാം, മീൻ ലേലം വിളിച്ചെടുക്കുന്നതൊക്കെ കാണുകയും ചെയ്യാം. പിന്നെ നല്ല രസമാണ് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ടേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ബീച്ചിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാനായിട്ട് കൂടെ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. അപ്പോൾ ഓക്കെ, ബൈ. See you. Stay tuned for more videos.